തലശ്ശേരി അതിരൂപതയ്ക്ക് നേരെ എന്ന വ്യാജേന ദൈവനിന്ദ നടത്തി ഒ അബ്ദുള്ള. എന്തിനാണെന്നറിയാതെ ഓരിയിടുന്ന കുറുക്കന്മാരെ നാം കണ്ടിട്ടുണ്ട്. അത്തരമൊരു ഓരിയിടൽ വീഡിയോയുമായി യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഒ അബ്ദുള്ള എന്ന മാധ്യമ പ്രവർത്തകൻ. വിഷയം തലശ്ശേരി അതിരൂപത. ഈ അതിരൂപതയ്ക്ക് എന്താ സംഭവിച്ചത്? ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം, അതുപോലെ തന്നെ ബാലാ ബിഷപ്പൊക്കെ ഓരോ നാർക്കോട്ടിക് ജിഹാദ്, മറ്റേ ജിഹാദ് എന്നൊക്കെ പേരിട്ടുകൊണ്ട് വേറെയും പല ജിഹാദുകളും വന്നു. അവരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ആത്മദൗർബല്യം, അതായത് യേശു എന്ന് പറയുന്നതാണ് യഹോവ പുത്രനാണ്, മറ്റേത് പിതാവാണ്, വേറെ ഒന്നുള്ളത് മറ്റേ എന്താ പുത്രന് പിതാവ് പരമാത്മാവ്. ഈ അപ്പോൾ അത് മൂന്നാണോ? അല്ല, ഏകത്വത്തിൽ ബഹുസ്വരതയിൽ ഏകത്വം, ഇങ്ങനത്തെ കുറേ വിവരക്കേടുകൾ. ഇതൊന്നും മറ്റേ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന യേശുക്രിസ്തു പ്രബോധനം ചെയ്ത, ഈസാ നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്ത ഒന്നാം തരം ഒരു നല്ല വിശ്വാസ പ്രമാണമാണ്. ഇവരതിൽ കൈകടത്തിയിട്ട് അതങ്ങ് കോളാക്കി. അപ്പം അവരുടെ സമുദായത്തിൽപ്പെട്ട യുവതികൾക്കോ യുവാക്കൾക്കോ ഈ മതം ഇനിയും വെച്ച് പുലർത്താൻ പറ്റില്ല എന്ന് മുഹമ്മദ് ഈസാ സാഹിബിനെ പോലെയും അതുപോലെ തന്നെ സയ്യിദ് ജോർജിനെ പോലെയുള്ള ആൾക്കാർക്ക് ബോധ്യമായ അവർ അവിടുന്ന് പുറത്ത് കടന്ന് കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഈ പെൺകുട്ടികൾ മാത്രം കേൾക്കാതിരിക്കുമോ? ആ പെൺകുട്ടികൾ അത് മനസ്സിലാക്കിയിട്ട് പുറത്ത് കിടക്കുന്നുണ്ടാവും. അവർ മുന്നിൽ കാണുന്നത് എന്താണ്? കുറേ അച്ഛന്മാർ, ലോഹധാരികൾ. അവർക്ക് എന്താ ജോലി എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകളെ പീഡിപ്പിക്കൽ. ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമിൽ സുഖമായ ഒരു ജീവിതമാണ് പ്രദാനം ചെയ്യുന്നത്. എന്താ പറയേണ്ടത്? ഓരോ ദൈവം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ അതിന് മറുപടിയില്ല. യേശു ക്രിസ്തു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, അത് അവർക്ക് നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല. ആരോടാണെന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. യേശു ക്രിസ്തു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ബൈബിളിലുള്ളതാണല്ലോ. ആരോടാണ് പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ മറുപടിയില്ല. അവിടെ കിടന്ന് തിരിയുന്ന. അപ്പോൾ അവനവൻ്റെ ഈ പോരായ്മകളും പരാജയങ്ങളും അത് മറച്ചു വെക്കാൻ വേണ്ടി ഇടയ്ക്ക് ലവ് ജിഹാദ്. തലശ്ശേരി ബിഷപ്പിനോട് പറയാനുള്ളത്, സ്വന്തം കുഞ്ഞാടുകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുമ്പ് തങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൽ എന്തൊക്കെ പാളിച്ചകളും എന്തെല്ലാം പരസ്പര വൈരുദ്ധ്യങ്ങളും മനുഷ്യന്മാരുടെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയാത്ത എന്തൊക്കെ വിശ്വാസാചാരങ്ങളാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കി തിരുത്തുക. എന്നാൽ പിന്നെ ഈ നിലവിളിയും കരച്ചിലുണ്ടാവില്ല. 20% മുസ്ലിമുകൾ മതി ബാക്കിയുള്ള ഇതര മതസ്ഥരെ ഉന്മൂലനം ചെയ്യാനെന്ന് മാധ്യമ ചർച്ചയിലിരുന്ന് അറപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ അബ്ദുള്ളയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വർഗീയത എത്രയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇപ്പോൾ തലശ്ശേരി അതിരൂപത പുറത്തിറക്കിയ ഇടയലേഖനത്തിൽ അസ്വസ്ഥനായ ഒ അബ്ദുള്ള ക്രിസ്ത്യാനികളുടെ പുറത്തേക്ക് മെക്കിട്ട് കയറാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ക്രൈസ്തവരെ ദൈവശാസ്ത്രം പഠിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഇസ്ലാമിലെ ചില ബലൂൺ പടക്കുകളൊക്കെ ഉത്തരം മുട്ടി ഓട്ട വീണ പരുവത്തിൽ സംവാദത്തിന്റെ ആക്രി ശേഷിപ്പുകളായി ചരിത്രത്തിലേക്ക് തിരോഭവിച്ചപ്പോൾ കടുത്ത അസഹിഷ്ണുതയുടെ ആധിക്യത്താൽ വിനാശകാലെ തോന്നിയ വിപരീത ബുദ്ധിയുമായി തലശ്ശേരി രൂപതയ്ക്കെതിരെ പുലഭ്യവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഒ അബ്ദുള്ള എന്ന വിദ്വാൻ. തലശ്ശേരി അതിരൂപത കോട്ടുവായിടുന്ന ശബ്ദം ലവ് ജിഹാദ് എന്നാണെന്ന കണ്ടെത്തലാണ് ഈ മഹാൻ ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. തലശ്ശേരി അതിരൂപതയുടെ കോട്ടുവായി പോലും മൂല്യവത്തായി കണ്ട് അത് പിടിച്ചെടുത്ത് അതിലെ ശബ്ദം വേർതിരിച്ചെടുത്ത് അവതരിപ്പിച്ച അബ്ദുള്ളയോട് ക്രൈസ്തവ സമൂഹം എന്നും കടപ്പെട്ടിരിക്കും. 5 പൈസ ചെലവില്ലാതെ ഒരു ഗവേഷണം നിഗമനത്തിൽ എത്തിച്ചതിന്. എന്നാൽ അബ്ദുള്ള കേട്ടോ, കേരളത്തിലെന്നല്ല ക്രൈസ്തവർ ഉള്ളയിടത്തൊക്കെ ഇതേ കോട്ടുവായി ഇനി ഉയർന്ന് കേൾക്കുക തന്നെ ചെയ്യും. മറ്റ് പല മതവിഭാഗങ്ങളിലും ഉള്ളതുപോലെ മുസ്ലിം മതവിഭാഗത്തിലും തീവ്രവാദികളുണ്ട്. എന്നാൽ നല്ലവരും മനുഷ്യ സ്നേഹികളുമായ മുസ്ലിം സഹോദരങ്ങൾക്ക് കൂടി അവമതിപ്പുണ്ടാക്കുന്ന അസൽ തീവ്രവാദികളായ ചിലരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വക്രീകരിച്ച് വർഗീയത ഇളക്കിവിടാൻ ശ്രമിക്കുന്നത് അബ്ദുള്ളയുടെ ഉള്ളിൽ ഊറിക്കൂടി തണുത്തുറഞ്ഞു കിടക്കുന്ന വർഗീയത ഒന്നുകൊണ്ട് തന്നെയാണ്. കത്തോലിക്ക സഭയുടെ അതിരൂപതകളിൽ ഇടയലേഖനം വായിക്കുന്നത് വഴിയെ പോകുന്നവന്റെ ശ്രദ്ധ ക്ഷണിക്കാനല്ല, ഇടവക ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ്. രൂപതകളിലും സഭയുടെ സ്ഥാപനങ്ങളിലുമാണ് അത് വായിക്കുന്നതെന്ന് ഈ മഹാനെ ആര് പറഞ്ഞു മനസ്സിലാക്കും? അന്യന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി അതിൽ സായുജ്യം കണ്ടെത്തുന്ന ചില മനോരോഗികൾ, അവിടെ ഒളിഞ്ഞു നോക്കി അവിടെ പറഞ്ഞതും പൊക്കിപ്പിടിച്ച് അയ്യോ വർഗീയത പറയുന്നേ എന്ന്
കരയുന്നതിനെ കുറിച്ച് അപലപിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. തലശ്ശേരി അതിരൂപതയെക്കുറിച്ച് പറഞ്ഞ് ഉള്ളിലുള്ള ക്രൈസ്തവ വിരുദ്ധത മുഴുവൻ തന്റെ വീഡിയോയിൽ ഛർദ്ദിച്ചിടുന്നുണ്ട് തുടർന്ന് ഒ അബ്ദുള്ള. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ഇത്രയും അപമാനിച്ച് ദൈവനിന്ദ നടത്തിയ അദ്ദേഹത്തിനെതിരെ സർക്കാർ തലത്തിൽ നടപടിയെടുക്കേണ്ടതാണ്. ക്രൈസ്തവ സഭയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ 1-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ്. ആ കഠിന പീഡനങ്ങളുടെ ചരിത്രം അറിയണമെങ്കിൽ അബ്ദുള്ള ചരിത്രമെടുത്ത് പഠിക്കുക. പിന്നെ ദൈവത്തെ പറ്റി അബ്ദുള്ള നൽകുന്ന വെളിവുകെട്ട ക്ലാസ്സിന് ക്രൈസ്തവർ ഒരു വിലയും കൽപ്പിക്കാൻ തയ്യാറല്ല. ടീനേജുകാരായ പെൺകുട്ടികളെ സ്റ്റൈൽ കാണിച്ചും ചക്കരവാക്ക് പറഞ്ഞും പ്രേമിച്ച് വളച്ച് അത്യന്തം ഹീനമായ അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ ആ പെൺകുട്ടിയുടെ ഭാവി തുലയ്ക്കുക, നശിപ്പിക്കുക. അത് അങ്ങേയറ്റം ക്രൂരവും മനുഷ്യത്വരഹിതവുമായതുകൊണ്ടാണ് വിദ്യാഭ്യാസവും വിവരവുമുള്ള മറ്റ് മതസ്ഥരായ പലരും അതിനെ അപലപിക്കുന്നത്. ഒ അബ്ദുള്ളയോട് പറയാനുള്ളത്, താങ്കൾ ആദ്യം സ്വന്തം മതത്തിലുള്ളവരെ നന്നാക്കിയെടുക്കാൻ അധ്വാനിക്കുക. താങ്കൾ ഉപദേശിച്ച് നന്നാക്കിയെടുക്കേണ്ട ധാരാളം പേർ സ്വന്തം മതത്തിൽ തന്നെയുണ്ട് എന്നതിന് ദിവസം തോറും പുറത്തു വരുന്ന മദ്രസ പീഡന വാർത്തകളും ലഹരിക്കടത്ത് വാർത്തകളും തന്നെയാണ് തെളിവ്. അവരെയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് പോരെ തലശ്ശേരി രൂപത പുറപ്പെടുവിച്ച സർക്കുലറിനെ പ്രതി കുറുക്കന്മാരെ പോലെ ഓരിയിടാൻ. അല്ലെങ്കിൽ ഇനിയും ഇത്തരം ഓരിയിടലുകൾ വഴി ഒ അബ്ദുള്ളയിൽ നിറഞ്ഞു നിൽക്കുന്ന വർഗീയത പൊതുജനം വീണ്ടും തിരിച്ചറിയും.